الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمره ومن يعص الله ورسوله فقد ضل ضلالا مبينا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം യഥാവിധി പാലിച്ച് ജീവിക്കുന്നതിലാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിത വിജയം ഉള്ളത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പുണ്യകരമായ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നതിനെയും തുടർന്ന് നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളെയും പടച്ചതമ്പുരാൻ പരിപൂർണ പ്രതിഫലാർഹമായ നിഫാഖിന്റെയും റിയായിന്റെയും അംശങ്ങളേശാത്ത സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഹിബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാരിസത്ത് ബിൻ ശറാഹീൽ എന്നയാളുടെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഹിബ്ബുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവൻ എന്ന പേരിലാണ്
അറിയപ്പെട്ടത്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹം മക്കയിലെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു ഗോത്രത്തിൽ ഹിജ്റയുടെ ഏതാണ്ട് 43 വർഷങ്ങൾക്ക് മുമ്പാണ് ജനിക്കുന്നത്. ആ ഗോത്രത്തിന്റെ തലവൻ സെയ്ദിന്റെ പിതാവായിരുന്ന ഹാരിസത്ത് ബിൻ ശറാഹീൽ എന്നയാൾ തന്നെയായിരുന്നു. പക്ഷേ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ താൻ ജനിച്ചു വളർന്ന ഗോത്രം ബാഹ്യശക്തികളിൽ നിന്ന് ആക്രമണത്തിനിരയാവുകയും അങ്ങനെയുള്ള ഒരു യുദ്ധത്തിനിടയിൽ ബന്ദിയായി പിടിക്കപ്പെടുകയും തുടർന്ന് മക്കയിലെ അടിമച്ചന്തയിൽ വിൽക്കപ്പെടുകയും ചെയ്ത ആളാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. മക്കയിലെ അടിമച്ചന്തയിൽ നിന്ന് അദ്ദേഹത്തെ വിലക്ക് വാങ്ങിയത് ഹക്കീം ബിൻ ഹുസാം റളിയല്ലാഹു അൻഹു, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഹക്കീം ബിൻ ഹുസാം എന്ന് പറയുന്നയാൾ. ഇതൊക്കെ സംഭവിക്കുന്നത് നുബുവ്വത്തിനു മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെയൊക്കെ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ സെയ്ദ് ബിൻ ഹാരിസയെ ഹക്കീം ബിൻ ഹുസാം മക്കയിലെ അടിമച്ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങുകയും തന്റെ അമ്മായിയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ അവർക്ക് ദാനമായി കൈമാറുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 25ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് സെയ്ദ് ബിൻ ഹാരിസ റസൂലിന്റെ കീഴിലുള്ള അടിമയായി ഖദീജ റളിയല്ലാഹു അൻഹ കൈമാറ്റം ചെയ്തു വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനെ തന്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പരിപാലിക്കുകയും കൂടെ നിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം തുടക്കം കുറിക്കുന്നത്. 15 വയസ്സാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സെയ്ദ് റളിയല്ലാഹു അൻഹു വന്നു ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, റസൂലും സെയ്ദും തമ്മിലുള്ള പ്രായ വ്യത്യാസം 10 വയസ്സാണ്. റസൂലിന്റെ 25ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 15 വയസ്സാണ്. 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 30 വയസ്സ് പ്രായമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയ മകനെ തേടി സെയ്ദിന്റെ പിതാവ് ഹാരിസയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും മക്കയിലെത്തുകയും ഒടുവിൽ മുഹമ്മദിന്റെ കൈവശമാണ്, മുഹമ്മദിന്റെ അധീനതയിലാണ് സെയ്ദുള്ളത് എന്ന വിവരം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർ സെയ്ദിനെ മുഹമ്മദിൽ നിന്ന് മോചിപ്പിച്ച് കൂടെ കൂട്ടുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അങ്ങനെ അവർ വന്നിട്ട് റസൂലിനോട്, അവൻ ഞങ്ങളുടെ മകനാണ്, അവനെ ഞങ്ങൾക്ക് വിട്ടുതരണം, പകരമായി എന്ത് മോചനദ്രവ്യം നൽകുവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് റസൂലിനെ അറിയിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നയാൾ ഞാനല്ല, സെയ്ദിനെ വിളിക്കാം, അവനോട് ചോദിക്കാം, അവൻ തീരുമാനമെടുത്തുകൊള്ളട്ടെ. അവൻ നിങ്ങളുടെ കൂടെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും മോചനദ്രവ്യമായി സ്വീകരിക്കാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് അവനെ വിട്ടുതരും. അതേസമയത്ത് അവൻ എന്റെ കൂടെ തന്നെ തുടരണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിൽ നിങ്ങളും തടസ്സം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ ഹാരിസയെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട്, ഈ നിൽക്കുന്നവരെ നീ അറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയും, ഇതെന്റെ പിതാവ് ഹാരിസയാണ്, കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരാണ്. അപ്പൊ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, അവർ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നതാണ്, തീരുമാനം നിന്റെതാണ്, നിനക്ക് അവരുടെ കൂടെ പോകണമെങ്കിൽ പോകാൻ ഞാൻ അനുമതി നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, അടിമത്തത്തിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, ഇനി നിനക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം എന്ന് റസൂല് സെയ്ദിനോട് പറഞ്ഞു. പക്ഷേ വന്നവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു
മുഹമ്മദിനെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല എന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. അദ്ദേഹം റസൂലിന്റെ കൂടെ തന്നെ നിൽക്കുവാൻ ഉള്ള ആഗ്രഹവും തീരുമാനവും അറിയിച്ചു. അങ്ങനെ നിരാശരായി അദ്ദേഹത്തിന്റെ ഉപ്പയും കൂടെയുള്ളവരും തിരിച്ചു പോകേണ്ടി വന്നവരാണ്. അങ്ങനെ റസൂലിന്റെ കൂടെ കൂടിയയാളാണ്. ഈ കാര്യങ്ങളൊക്കെ ഹിജ്റയ്ക്ക് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നബുവത്തിന് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ദീർഘമായ 15 വർഷത്തെ സെയ്ദും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബുവത്തിന് മുമ്പുള്ള സഹവാസത്തിന് ശേഷം 40ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് ലഭിക്കുന്നു. അപ്പോൾ സെയ്ദ് ബിൻ ഹാരിസയുടെ പ്രായം 30 വയസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് വഹയി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യമായി വഹയിന്റെ സന്ദേശങ്ങൾ പറഞ്ഞ 4 ആളുകളിൽ ഒരാൾ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹയാണ്. ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, കൂടെയുള്ള പിതൃവ്യപുത്രൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉറ്റ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കൂടെ സെയ്ദ് ബിൻ ഹാരിസ. ഈ 4 ആളുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം പ്രബോധന പ്രവർത്തനം നിർവഹിച്ചത്. അവർ 4 പേരും ഏറ്റവും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന 4 ആളുകളിൽ ഒരാളായി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ദീർഘമായ 15 വർഷക്കാലമുള്ള പ്രവാചകനുമായിട്ടുള്ള സഹവാസ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, ഒരാൾ ചെറുപ്പത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട് ആ അടിമയായി ജീവിക്കുന്ന ഒരു സാഹചര്യവും ഒരു അനുഭവവും ഉണ്ടായതിനു ശേഷവും വിമോചിപ്പിക്കപ്പെടാനുള്ള, സ്വാതന്ത്ര്യം നേടാനുള്ള, എന്നിട്ട് സ്വന്തം പിതാവിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെയും കൂടെ സ്വന്തം ഗോത്രത്തിലേക്കും നാട്ടിലേക്കും തിരിച്ചു പോകാനുള്ള അവസരമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഒരാളെ അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നുബുവത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്നേഹവായ്പിന്റെയും വാത്സല്യത്തിന്റെയും സൽപെരുമാറ്റത്തിന്റെയും ഫലമായിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. അങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹയി ലഭിച്ച് പ്രവാചകനായി മാറുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രവാചകനെ അവിശ്വസിക്കുവാൻ സെയ്ദിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് സെയ്ദ് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതാണ്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ചരിത്രത്തിലെ അനശ്വരമായ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു സഹാബി വര്യനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ള ഒരു സഹാബി വര്യന്റെയും പേര് സെയ്ദിന്റേതല്ലാതെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതാണ് സെയ്ദ് റളിയല്ലാഹുവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. സെയ്ദ് റളിയല്ലാഹുവിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിന്റെ വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു തീരുമാനം പറയുന്നിടത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നതിന് ശേഷം മദീനയിലെ ഇസ്ലാമിക ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെയും ഒരു രാഷ്ട്രത്തെയും കെട്ടിപ്പടുത്ത് കൊണ്ടുവരുന്ന റസൂലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അറേബ്യൻ ജാഹിലിയ്യത്തിൽ കൊടികുത്തി വാണിരുന്ന മനുഷ്യർക്കിടയിലുള്ള പലതിന്റെ പേരിലുള്ള തറവാടിത്തത്തിന്റെ പേരിൽ, കബീലകളുടെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, അങ്ങനെ പലതിന്റെ പേരിലും അന്യായമായി നിലനിന്നിരുന്ന വിവേചനങ്ങളെ നേരിടുക എന്നതാണ് റസൂലിന്റെ മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർക്കിടയിൽ അവർക്കിടയിലുള്ള വൈജാത്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും പേരിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടില്ലാത്ത അനീതിയും
അന്യായവും അസമത്വവും നടമാടുന്നു എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അറേബ്യയിൽ ഒരു സാമൂഹിക മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്ന കാര്യമാണ്. ആ കാര്യത്തെ പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം സിദ്ധാന്തങ്ങൾ കൊണ്ടല്ലാതെ പ്രായോഗികമായിട്ട് തന്നെ അഭിമുഖീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ് ഉണ്ടായത്. കാരണം അത്ര ആഴത്തിൽ ദുരാചാരങ്ങൾ വഴി ആ സമൂഹത്തിൽ ആണ്ടുപോയിട്ടുള്ള അടിവേരുകളുള്ള ഒരു കാര്യമാണ് മനുഷ്യർക്കിടയിലുള്ള വിവേചനം എന്ന് പറയുന്നത്. മനുഷ്യരെ പല തട്ടുകളായി കാണുന്ന ഒരു ആചാരവും അങ്ങനെയുള്ള ഒരു സങ്കല്പവുമാണ് ആ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. റസൂലിന് ആ കാര്യത്തെ ഇസ്ലാമിന്റെ തൗഹീദ് കൊണ്ട് സിദ്ധാന്തപരമായി അഭിമുഖീകരിക്കേണ്ടിയിരുന്നു എന്നതോടൊപ്പം പ്രായോഗികമായി റസൂല് മുന്നിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു നടപടിക്രമത്തിലൂടെയല്ലാതെ ആഴത്തിൽ വേരുള്ള ആ ജാഹിലിയ്യത്തിന്റെ പിഴുതെറിയുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് ആ മേഖലയിൽ റസൂൽ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് അടിമയായിരുന്ന സെയ്ദിനെ കൊണ്ട് തന്റെ അമ്മായിയുടെ മകളായ, തന്റെ പിതൃ സഹോദരിയുടെ മകളായ സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം. മക്കയിലെ ഒരു സാഹചര്യത്തിൽ അടിമകൾ മോചിപ്പിക്കപ്പെട്ട് സ്വതന്ത്രരായാലും അവരെ സാധാരണയുള്ള സ്വതന്ത്രരായ ആളുകളെ പോലെ ഗണിക്കപ്പെടാതിരുന്ന, സാമൂഹികമായി പലതരം അവഗണനകൾക്ക് അവർ വിധേയമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിമയായി വിൽക്കപ്പെട്ടതിന് ശേഷം, അടിമയായി ജീവിച്ചതിന് ശേഷം വിമോചിപ്പിക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സൈനബിന്റെ കുടുംബക്കാർക്കോ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, സെയ്ദുമായിട്ടുള്ള വിവാഹ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ അള്ളാഹു ഇടപെടുകയാണ് ഉണ്ടായത്. കാരണം റസൂൽ ആ ഒരു മുന്നേറ്റം നടത്തുന്നത്, ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് റസൂലിന്റെ മാത്രം തീരുമാനപ്രകാരമല്ല. തൗഹീദിന്റെ അനിവാര്യ താല്പര്യം എന്നുള്ള നിലക്ക് മനുഷ്യർക്കിടയിലുള്ള വിവേചനങ്ങളെ എടുത്തുകളയാൻ വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ പരിശ്രമമാണ് റസൂൽ നടത്തുന്നത്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് റസൂൽ നടത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ ഞാൻ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അവതരിച്ചു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികളായ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ അക്കാര്യത്തിൽ പിന്നീട് തങ്ങളുടേത് മാത്രമായ ഒരു ചോയ്സിന് അവസരമുണ്ടാവുകയില്ല എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചു കളഞ്ഞു. അതല്ല, ആ തീരുമാനത്തെ അംഗീകരിക്കാതെ ആരെങ്കിലും ധിക്കാരം പ്രകടിപ്പിക്കുന്നെങ്കിൽ, ധിക്കാരം കാണിക്കുന്നുവെങ്കിൽ അവർ വലിയ വഴികേടിലാണുള്ളത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. ആയത്ത് അവതരിച്ചപ്പോൾ പിന്നീട് വിശ്വാസികളായ സൈനബിനും കുടുംബത്തിനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, റസൂലിലൂടെ വന്നതാണ്. അവർ അതിന് വഴങ്ങി. അങ്ങനെ സൈദിന്റെയും സൈനബിന്റെയും വിവാഹം നടന്നു. വലിയ ഒരു വിപ്ലവമായിരുന്നു അറേബ്യയിലെ ജാഹിലിയ്യ ദുരാചാരങ്ങൾക്ക് നടുവിൽ. റസൂൽ അതിന് നേതൃത്വം കൊടുത്തു. അവിടെ കൊണ്ട് അത് അവസാനിക്കുമായിരുന്നില്ല. സൈനബും സെയ്ദും തമ്മിലുള്ള വിവാഹ ജീവിതം വിജയകരമായിരുന്നില്ല. അതുകൊണ്ട് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാകും മുമ്പ് തന്നെ അവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടായി. പരസ്പരം ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. സെയ്ദ് തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സൂക്ഷിക്കുക, ത്വലാഖിന് മുതിരാതെ, വിവാഹമോചനത്തിന് മുതിരാതെ ഭാര്യയെ ആ ബന്ധത്തിൽ തുടർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. പക്ഷേ പിന്നീട് അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. വിവാഹമോചനം നടന്നു. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തുടർന്നു പോകാൻ പറ്റാത്ത ഒരു രണ്ടാളുകളുടെ ജീവിതത്തിൽ പരിഹാരമായി ത്വലാഖ് വന്നു.
ആ ത്വലാഖിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം കഴിച്ചു. ആ വിവാഹം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, മക്കയിൽ അക്കാലം വരെ ഉണ്ടായിരുന്ന ജാഹിലിയ്യത്തിന്റെ ദുരാചാരം എന്ന് പറയുന്നത് ദത്തുപുത്ര സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും സെയ്ദിനെ, നേരത്തെ പറഞ്ഞ സംഭവത്തിന് ശേഷം സെയ്ദ് സ്വന്തം പിതാവിനെയും കുടുംബത്തെയും വിട്ട് റസൂലിന്റെ കൂടെ നിൽക്കാൻ സെയ്ദ് തീരുമാനിച്ച സന്ദർഭത്തിൽ സെയ്ദിനെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് വന്നിട്ട്, ഇത് സെയ്ദ് ഇബ്നു ഹാരിസയാണ്, ഇവൻ ഇനി മുതൽ എന്റെ ദത്തുപുത്രനാണ്, ഇവൻ സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നറിയപ്പെടും, ഞാൻ അവനെയും അവൻ എന്നെയും അനന്തരമെടുക്കും എന്ന് പ്രഖ്യാപിച്ച് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന സമ്പ്രദായം അനുസരിച്ച് ദത്തുപുത്രനായി സ്വീകരിച്ചിരുന്നയാളാണ്. അപ്പോ ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ അനുസരിച്ച്, സമ്പ്രദായം അനുസരിച്ച് ദത്തുപുത്രന്മാർ രക്തബന്ധത്തിലുള്ള പുത്രന്മാരെ പോലെ പരിഗണിക്കപ്പെടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം വരെ ലഭിക്കുന്ന മക്കളെ പോലെ, സ്വന്തം മക്കളെ പോലെ പരിഗണിക്കപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയിൽ സ്വന്തം മകനെ പോലെയുള്ള അല്ലെങ്കിൽ സ്വന്തം മകനായി പരിഗണിക്കപ്പെടുന്ന ദത്തുപുത്രൻ വിവാഹം കഴിച്ച പെണ്ണിനെ, സ്ത്രീയെ, പിതാവിന് അയാൾ വിവാഹമോചനം നടത്തിയാലും പിതാവിന് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമവും സമ്പ്രദായവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇസ്ലാം അതിനെ പൊളിച്ചു കളഞ്ഞു. ഒന്നാമത് ദത്തുപുത്ര സമ്പ്രദായത്തെ, പ്രത്യേകിച്ച് ദത്തുപുത്ര സമ്പ്രദായത്തെ ഇസ്ലാം വിലക്കി എന്ന് പറയുമ്പോൾ ഒരിക്കലും അനാഥരായ, അന്യാധീനപ്പെട്ടു പോയ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നതിനെ ഇസ്ലാം നിരോധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തതല്ല. മറിച്ച് ദത്തുപുത്രന്മാരെ രക്തബന്ധുക്കളായ അല്ലെങ്കിൽ രക്തത്തിൽ പിറന്ന മക്കളെ പോലെ പരിഗണിച്ച് അനന്തരാവകാശം വരെ അവർക്ക് വെച്ചുകൊടുക്കുന്നതിനെ, വകവെച്ചു കൊടുക്കുന്നതിനെ ഇസ്ലാം വിലക്കി. ആ പദവിയിലേക്ക് രക്തബന്ധത്തിലുള്ള മക്കളല്ലാതെ മറ്റാരും കടന്നു വരാൻ പാടില്ല എന്ന് ഇസ്ലാം തീരുമാനം പറഞ്ഞു. അങ്ങനെ ദത്തുപുത്ര സമ്പ്രദായത്തെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ ഇസ്ലാം വിലക്കി കളഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ദത്തുപുത്രന്മാരുടെ മക്കളെ വിവാഹം കഴിക്കുന്നത് അവരുടെ പിതാക്കന്മാർക്ക്, ദത്തെടുത്ത പിതാക്കന്മാർക്ക് വിലക്കപ്പെട്ട സമ്പ്രദായത്തെയും ഇസ്ലാം നിരാകരിച്ചു. അതിനെ ഇല്ലാതാക്കാൻ ഇസ്ലാം ആഗ്രഹിച്ചു. അതില്ലാതാക്കുന്നതിന്റെ സ്റ്റെപ്പിൽ അത് നിയമം കൊണ്ട്, അത്രയും പേരൂന്നിയ ഒരു സമ്പ്രദായത്തെ കേവലം നിയമം പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കുക സാധ്യമായിരുന്നില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ മുന്നിൽ നിർത്താൻ തീരുമാനിച്ചു. സയ്യിദ് ഇബ്നു ഹാരിസ തലാഖ് ചൊല്ലിയ, വിവാഹമോചനം നടത്തിയ സൈനബ് ബിൻത് ജഹ്ഷിനെ വിവാഹം കഴിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഫലമ്മാ ഖളാ മിൻഹാ സയ്യിദുൻ വതറൻ സവ്വജ്നാകഹ, അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ട് മാത്രമാണ് ആ വിവാഹം നടക്കുന്നത് എന്ന് കൃത്യപ്പെടുത്തുന്ന സവ്വജ്നാകഹ, നാം താങ്കൾക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ വിവാഹത്തിലൂടെ ആ സമ്പ്രദായവും ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സമ്പ്രദായത്തെയും ഇസ്ലാം തിരുത്തി എന്നതാണ്. സയ്യിദ് ഇബ്നു ഹാരിസ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെടാൻ കാരണമായത് യഥാർത്ഥത്തിൽ ജാഹിലിയ്യ സമ്പ്രദായങ്ങളെ, തെറ്റായ നാട്ടാചാരങ്ങളെ, തെറ്റായ മനുഷ്യരുടെ പദവികളെ കുറിച്ചുള്ള സങ്കല്പങ്ങളെ, തെറ്റായ അസമത്വ സമ്പ്രദായങ്ങളെ, തെറ്റായ അനീതിയിൽ അധിഷ്ഠിതമായ ദുരാചാരങ്ങളെ തിരുത്താനുള്ള ഒരു ഉപകരണം, അതിനുള്ള ഒരു ടൂൾ എന്നുള്ള നിലക്കാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉപയോഗപ്പെടുത്തപ്പെട്ടത് എന്ന് കാണാൻ പറ്റുന്നതാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്ന വിവാഹവും അനന്തരാവകാശവും വിവാഹമോചനവും ഒക്കെയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരാചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉള്ള പങ്ക് ആണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലുണ്ടാവുകയും അതിന്റെ പേരിലാണ് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റുന്നതാണ്. റസൂലിനെ കുറിച്ചുള്ള സ്മരണകൾ ഉയരുന്ന റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളുള്ളത്. റസൂലിന്റെ
ജനന മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് മുമ്പും നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഇസ്ലാമിൽ ആരാധനാപരമായി പുണ്യമുള്ള പ്രാധാന്യമുള്ള ഒരു സന്ദർഭമേ അല്ല എന്നതാണ്. മറിച്ച് ഇത് ചരിത്രപരമായി ഇസ്ലാമിൽ വളരെയേറെ സവിശേഷതകളുള്ള ഒരു സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന മരണങ്ങൾക്ക് മാത്രമല്ല, റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാത്ത കാര്യമാണ്, സഹാബികൾക്ക് സംശയമില്ലാതിരുന്ന കാര്യമാണ് റസൂലിന്റെ ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം. അപ്പൊ റസൂലിന്റെ ചര്യകൾ, റസൂലിന്റെ ജീവചരിത്രം, ഇതൊക്കെ സ്മരണകളിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ സംസാരങ്ങളിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണിത്. റസൂലിനോടുള്ള നമ്മുടെ ബാധ്യത മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ ആദർശവാക്യത്തിന്റെ രണ്ടാം ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആ വാക്യങ്ങളിൽ അടങ്ങിയ കാര്യമാണ്. റസൂലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം മുഹമ്മദ് എന്ന് പറയുന്ന അറേബ്യയിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്ന ബന്ധമാണ്. ഒരു റസൂലിനോട് അല്ലാഹുവിന്റെ ആ റസൂലിന് ശേഷം ജീവിക്കുന്ന സകല മനുഷ്യർക്കുമുള്ള ബാധ്യത ആ റസൂലിൽ വിശ്വസിക്കുകയും ആ റസൂലിനെ ഇത്തിബാഅ് ചെയ്യുകയും പിൻപറ്റുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ റസൂലിനെ പിൻപറ്റുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെയും സാഹചര്യങ്ങളിൽ, നാടുകളിൽ വേരൂന്നിയിട്ടുള്ള, നമ്മുടെ തന്നെയും സങ്കല്പങ്ങളിൽ വേരൂന്നിയിട്ടുള്ള പല ജാഹിലിയ്യത്തുകളെയും അതിനെതിരെ പോരാട്ടം നയിക്കാതെ, അതിനെതിരെ സമീപനങ്ങൾ സ്വീകരിക്കാതെ, ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കാതെ നമുക്ക് റസൂലിനെ കുറിച്ച് ഓർക്കാനോ, റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്നു എന്നോ, റസൂലിനെ സ്നേഹിക്കുന്നു എന്നോ അവകാശപ്പെടാനോ കഴിയില്ല എന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് സമാനമായ ജീവിതത്തിലെ വളരെ നിർണായകമായ പ്രധാനപ്പെട്ട പലതുമായി ബന്ധപ്പെട്ട് റസൂൽ തിരുത്തിയ പല ജാഹിലിയ്യത്തുകളും നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ മഹല്ലിൽ എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റുണ്ടാവുകയില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിൽ മുസ്ലിങ്ങളായിരുന്നിട്ട് പോലും അകറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്. തൊഴിലിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ ഒക്കെയും നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗങ്ങളുണ്ട് നമുക്കിടയിൽ. നമുക്കെതിരെ അത്തരം ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ പലപ്പോഴും നമ്മുടെ നടപടികളിൽ അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ കൃത്യതയിൽ അക്കാര്യം മനസ്സിലാകണമെങ്കിൽ ഇപ്പോഴും നമ്മളെ കുറിച്ച് നമുക്കും അല്ലാത്തവർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഒരു പരാതി എന്ന് പറയുന്നത് ബാർബർമാരുമായി, മുടിവെട്ടുന്നവരുമായി, പരമ്പരാഗതമായി ആ തൊഴിൽ സ്വീകരിച്ചവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇനിയും നമ്മുടെ സമുദായം ഉയർന്നു വന്നിട്ടില്ല എന്ന ആരോപണമുണ്ട്, വിമർശനമുണ്ട്, പരാതിയുണ്ട്. ഒരളവിൽ അതിനെ ശരിവെക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ നിലപാടുകൾ. ഇത് ഇസ്ലാമിന് അന്യമായ കാര്യമാണ്. തൊഴിലിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, കുടുംബ മഹിമയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ വിവേചനങ്ങൾ ഉണ്ടാകുന്നത് ഇസ്ലാം നിരാകരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ നൂറുകണക്കിന് ആയത്തുകൾക്ക് വിരുദ്ധമായ സമീപനമാണത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഇസ്ലാമികമായി മാറാൻ ഇനിയുമേറെ ദൂരമുണ്ട് എന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് സമാനമായ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പല സമ്പ്രദായങ്ങളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതല്ലാതെയും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടാവുകയും ആ ദുരാചാരങ്ങളൊക്കെ നമ്മുടെ മേൽ അനിസ്ലാമികവും അനാചാരപരവും ആവുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ ബാധ്യതകൾ കൂടി വരുത്തുന്ന ദുരാചാരങ്ങൾ കൊണ്ട് മൂടിയതാണ് നമ്മുടെ ഒക്കെ വിവാഹങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു.
ഇത് പിടുത്തം വിട്ട കളിയാണ്. ഇത് ഇസ്ലാമിന് അന്യമായ കാര്യമാണ്. നാട്ടുനടപ്പ് അങ്ങനെയായി എന്നതുകൊണ്ട് അതാണ് ശരി എന്ന് കരുതുന്നിടത്ത് നമുക്ക് അബദ്ധം സംഭവിക്കുന്നു. നാട്ടുനടപ്പ് എന്തായിരുന്നോ, അത് എത്ര സമൂഹത്തിൽ വേരൂന്നിയിരുന്നോ എന്നതൊന്നും പരിഗണിക്കാതെയാണ് അള്ളാന്റെ കൽപ്പന വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് തന്നെയും വിഷമകരമാകുന്ന അവസ്ഥയിൽ പോലും അള്ളാന്റെ കൽപ്പനകൾ നിറവേറ്റാൻ മുന്നോട്ട് വന്നത്. കാരണം ആ സമ്പ്രദായങ്ങളെ തടയൽ അത്രയും നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് നസ്സുകളെ മുറുകെ പിടിക്കുക, വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക, തിരുസുന്നത്തിന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക. അത് വെച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിലപാടെടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലിനെ ഇത്തിബാഅ് ചെയ്യുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വിവാഹമല്ലേ, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളല്ലേ, അതുമായി ബന്ധപ്പെട്ട നാട്ടുനടപ്പുകളല്ലേ എന്നു കരുതി അതിനെയൊന്നും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തി അതിലൊക്കെയും അനിസ്ലാമികമായ ദുരാചാരങ്ങൾ കുത്തിനിറച്ച് അവയൊക്കെയും കൊണ്ടാടാനുള്ള അനുവാദം മുസ്ലിംകളാണെങ്കിൽ നമുക്കില്ല എന്ന ബോധം നമുക്കുണ്ടാവണം. റസൂലിന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ നിലക്ക് അന്യായമായി അള്ളാഹു ഏകനായ അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് സമന്മാരായ മനുഷ്യർക്കിടയിൽ പലതിന്റെ പേരിലും ഉണ്ടായിട്ടുള്ള വിവേചനങ്ങളെ അറുത്തുമാറ്റാനുള്ള അത്തരം ജാഹിലിയ്യത്തുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള നിതാന്ത പരിശ്രമങ്ങൾ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഒരാകത്തുക എന്ന് പറയുന്നത്. അതിനെ പരിഗണിക്കാതെ, ആ ചര്യയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയാതെ, അതിനനുസരിച്ച് നമ്മുടെ മനോഭാവങ്ങൾ മാറാതെ റസൂലിനോടുള്ള സ്നേഹവും റസൂലിനോടുള്ള മഹബ്ബത്തും റസൂലിനുള്ള വിശ്വാസവും അവകാശപ്പെടാൻ നമുക്ക് കഴിയുകയില്ല എന്ന ഗൗരവതരമായ ചിന്തയും ബോധവും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ ശരിയായി മുറുകെ പിടിക്കുവാൻ, ജാഹിലിയ്യത്തുകളെ ജീവിതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ, അകറ്റി നിർത്താൻ, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുകയും റസൂലിന്റെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യുകയും വഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ദുനിയാവിലെയും ആഖിറത്തിലെയും നല്ല ജീവിതം കരസ്ഥമാക്കുവാൻ നമ്മെ പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين.
اللهم انصر إخواننا المجاهدين في غزة، اللهم انصرهم في الضفة الغربية، اللهم انصرهم في فلسطين أجمع، اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا. اللهم ربنا إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس، فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين، وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.